IPMൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പാലിയേറ്റീവ് കെയർ സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ. മൂന്നാം ലോക രാജ്യങ്ങളിലെ ആദ്യത്തെ WHO കൊളാബറേറ്റിംഗ് സെൻറ്റർ കൂടിയാണ് IPM. എല്ലാ വർഷവും IPMൽ ക്യൂരിയസ് എന്ന പേരിൽ ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള പാലിയേറ്റീവ് കെയർ കാർണിവൽ നടത്തി വരാറുണ്ട്. സെലിബ്രേറ്റിംഗ് കമ്പാഷൻ എന്നതാണ് അതിൻ്റെ തീം. ക്യൂരിയസിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തുന്നതിൻ്റെ ഒരു സെഗ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. കമ്പാഷനേറ്റഡ് കോൺവെർസേഷൻസ്. നമ്മുടെ സമൂഹത്തിൽ കമ്പാഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ കൂടുതൽ കമ്പാഷനേറ്റ് ആയിട്ടുള്ള അഥവാ കൂടുതൽ കരുണാർദ്രമായ ഒരു സമൂഹമാണ് നമ്മുടേതെന്ന് ഉറപ്പുവരുത്തുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, കമ്പാഷൻ എവിടെയെങ്കിലും ചലഞ്ചിങ് ആയി പോകുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പരിപാടിയിൽ പൊതുവായി ചർച്ച ചെയ്യുന്നത്. കമ്പാഷനേറ്റഡ് കോൺവെർസേഷൻ എന്ന പ്രോഗ്രാം തുടരാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 12th എപ്പിസോഡ് ഇന്നിവിടെ നടക്കുകയാണ്. ചികിത്സാ രംഗം കൂടുതൽ കരുണാർദ്രമാകണ്ടേ എന്നതാണ് നമ്മുടെ വിഷയം. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് അതിഥിയായി എത്തിയിട്ടുള്ളത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റും സർജറി വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ ശ്രീജയൻ MP ആണ്. ഈ ചർച്ച കോർഡിനേറ്റ് ചെയ്യുന്നത് IPMൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ വിഷ്ണു പ്രസാദ് ആണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നതിനും എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും IPMൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. IPMൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ ചർച്ച തത്സമയം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചർച്ച തുടങ്ങുന്നതിനായി ഡോക്ടർ വിഷ്ണു പ്രസാദിനെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്. IPMൻ്റെ ക്യൂരിയോസ് കാർണിവൽ നമ്മൾ സെലിബ്രേറ്റിംഗ് കമ്പാഷൻ എന്ന ഒരു തീമിലാണ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 11ഓളം ചർച്ചാ സെഷൻസ് കമ്പാഷനേറ്റ് ആയിട്ടാണോ നമ്മുടെ സൊസൈറ്റി മുന്നോട്ട് പോകുന്നത്, എവിടെയൊക്കെയാണ് കരുണാർദ്രത ചലഞ്ച് ചെയ്യപ്പെടുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ആ ഒരു വിഷയത്തിൽ വേണ്ടത് എന്നുള്ള ഒരു ചർച്ച എന്ന രീതിയിലാണ് അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. 11ഓളം വിഷയങ്ങളിൽ 11ഓളം സെഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ച എന്നോണമാണ് നമ്മൾ മാസത്തിലെ എല്ലാ മൂന്നാമത്തെ വ്യാഴാഴ്ചയും 5:30 ഓരോ സെഷൻ എന്ന രീതിയിൽ മുന്നോട്ട് ഇത്തരം ചർച്ചകൾ നടന്നു പോകണം എന്നുള്ള ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ കണ്ടിന്യൂയിങ് സെഷനാണ് ഇത്. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും സർജറി വിഭാഗം മേധാവിയുമായിട്ടുള്ള എൻ്റെ ഒരു അധ്യാപകൻ കൂടിയായിട്ടുള്ള ശ്രീജൻ സാറാണ്. സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇത്തരം ഒരു ചർച്ച നടക്കേണ്ടതിനാവശ്യമാണ് എന്ന് തോന്നുകയും എടുക്കുകയും ചെയ്യണം എന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ എത്തിയിട്ടുള്ള ബാക്കി എല്ലാവരെയും ഈ വേദിയിലിരിക്കുന്നവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ IPMൻ്റെയും ക്യൂരിയോസിൻ്റെയും സോഷ്യൽ ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം കാൺ മെഡിക്കൽ പ്രാക്ടീസ് ബി മോർ കമ്പാഷനേറ്റ് എന്നുള്ളതാണ്. അതായത് ആതുര സേവന രംഗം അല്ലെങ്കിൽ ചികിത്സാ രംഗം കുറച്ചും കൂടി കരുണാർദ്രമാവേണ്ടതില്ലേ, കരുണാർദ്രമായിക്കൂടെ എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായി ശ്രീജൻ സാറിന് ആ വിഷയത്തിൽ എന്തൊക്കെയാണ് ആ ഒരു വിഷയം കേൾക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലേക്ക് വരുന്നത് എന്നുള്ളത് ഒരു 5 മിനിറ്റിൽ നമുക്ക്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് IPMൽ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എനിക്ക് തോന്നുന്നു ഞാൻ ഒഴിച്ച് പാലിയേറ്റീവ് കെയറിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ഞാനിത് സംസാരിക്കുന്നത്.
അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കരുണാർദ്രമായി പെരുമാറുന്ന ഒരു വിഭാഗത്തിൻ്റെ മുന്നിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ഭാഗമായി ഞാനും രാജഗോപാലൻ സാറുള്ള സമയത്ത്, അല്ലെങ്കിൽ സുരേഷ് സാറും അനിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്നെ ഒരു അതിഥിയായി കാണേണ്ട കാര്യമില്ല. കാര്യം ഞാനിതിൻ്റെ ഒരു ഭാഗമായിട്ട് സ്ഥിരമായിട്ട് വരുന്ന ഒരാളായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഇന്നത്തെ ഈ പ്രസക്തമായ ഈ ഒരു ചോദ്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ പുറകിലോട്ട് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഒരു 50 വർഷം മുന്നേ ഉള്ള ഒരു മെഡിക്കൽ രംഗം അല്ല ഇന്ന്. നമ്മൾ പലപ്പോഴും പറയും ഡോക്ടർ എന്ന് പറഞ്ഞത് ദൈവത്തിന് തൊട്ട് താഴെയാണെന്ന്. ആ ഒരു വസ്തുത നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 5-10 വർഷങ്ങൾക്ക് ഉള്ളിലായിട്ട് വളരെയധികം സമൂഹത്തിലും ഡോക്ടർമാരുടെ ഇടയിലും ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിലും പല കാരണങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പണ്ടത്തെ ഒരവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ മെഡിക്കൽ രംഗം അധികം വികസിച്ചിട്ടില്ലാത്തൊരു സമയത്ത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ക്ലിനിക് അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള അവരെ ആശ്രയിച്ച് ഒരു പറ്റം ആളുകൾ അവരുടെ സഹായം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ രോഗത്തിന് ശമനം വരുത്തിക്കൊണ്ട് ജീവിച്ചിരുന്നൊരു കാലം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പറ്റുന്ന അത്രയും ഉള്ള ഒരു കാലഘട്ടം മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മെഡിക്കൽ രംഗത്തെ പോലും ഒരു കൺസ്യൂമർ ഏരിയയിലേക്ക് വന്നതോടുകൂടി നമ്മളിപ്പോൾ ഒരു സാധനം മേടിച്ചു കഴിഞ്ഞ് ആ സാധനത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട് അല്ലെങ്കിൽ അത് മാറ്റിത്തരുന്നില്ല എങ്കിൽ ഒരു കേസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ മെഡിക്കൽ രംഗം കൂടി മാറിയിരിക്കുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇതിലുള്ളൊരു മാറ്റം, അതായത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരും സമൂഹവും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതൊരു ഗുരുതരാവസ്ഥയിലേക്ക് എത്തിക്കാനും എല്ലാം നന്നായിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരവസ്ഥയും നമുക്ക് പലപ്പോഴായിട്ട് കാണാം. ഇതിലെല്ലാം വ്യത്യസ്തമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു മെഡിക്കൽ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എല്ലാവരും നമ്മുടെ സഹജീവികളോട് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അവരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെട്ട് അവരുടെ അസുഖങ്ങളെ ചികിത്സിക്കാനായിട്ടുള്ള രീതിയിൽ കരുണാർദ്രമായിട്ടുള്ള ഒരു മനസ്സുള്ളവർ തന്നെയാണ് ഇതിൽ 99.9%. എനിക്ക് തോന്നുന്നില്ല അതില്ലാത്തവരായിട്ട് മെഡിക്കൽ രംഗത്ത് ആൾക്കാരുണ്ടെന്നുള്ളത്. പക്ഷെ ഇതിൽ നിന്ന് മാറ്റം വരുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പലപ്പോഴും തോന്നിയിട്ടുള്ളത് അത് പല കാര്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ്. അത് നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പം വിശദീകരിക്കാൻ പറ്റുമായിരിക്കും. അത് ഒരു പർട്ടിക്കുലർ ഒരാൾ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ആൾക്കാർ അതല്ലാത്തവരുണ്ടാവാമെങ്കിലും എന്തായാലും കമ്പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഈ കൂട്ടത്തിലുള്ളവർ മിക്കവാറും. പക്ഷെ അതിൽ മാറ്റം വരുന്നതിൻ്റെ ചില സാഹചര്യങ്ങളുണ്ടാവും. നമുക്ക് വിശദീകരിക്കാം. നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തന്നെ നമ്മൾ പലപ്പോഴും പത്രത്തിൽ ഇപ്പോൾ കാണുന്നതാണ്. രോഗികളുടെ പരിചാരകരും ആരോഗ്യ പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടായി, ജൂനിയർ ഡോക്ടറെ കയ്യേറ്റം ചെയ്തു, ചെറിയ ചെറിയ ആശുപത്രികൾ അടിച്ച് തകർക്കുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കുന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ കാണിക്കുന്നത് മെഡിക്കൽ പ്രാക്ടീസിൽ കമ്പാഷൻ്റെ ഒരു കുറവ് അല്ലെങ്കിൽ എവിടെയോ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട് എന്നാണോ? അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്കെല്ലാവർക്കും ഇപ്പം ഒരു രോഗിയായിട്ട് ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ എൻ്റെ പ്രശ്നം ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രശ്നമായിരിക്കാം. വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രശ്നമായിരിക്കാം. പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്കൊരു വലിയ പ്രശ്നമാണ്. എനിക്കത് മാനസികമായിട്ടും ശാരീരികമായിട്ടും അല്ലെങ്കിൽ എൻ്റെ ജോലിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരാത്ത രീതിയിലോ അത്രയും ഗൗരവമുള്ളൊരു വിഷയമായിരിക്കും. പക്ഷെ അത് അപ്പുറത്തിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു നിസ്സാരമായ വിഷയമായിരിക്കാം. അപ്പം അതുകൊണ്ട് ഒരാൾക്ക് ഒരസുഖവുമായിട്ട് വരുന്ന സമയത്ത് അയാളെ കൃത്യമായിട്ട് കേൾക്കാനുള്ളൊരു സാവകാശവും സന്മനസ്സും എന്തായാലും കാണിക്കേണ്ടതാണ്. ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ തിരക്കാവാം, വേറെ എന്തെങ്കിലും കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പിറകിലുള്ള ക്യൂവിൽ 300 ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ രോഗിയെ സംബന്ധിച്ചിടത്തോളം എത്ര ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും ഇപ്പം ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കും, വലിയ മേജർ സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ അതിനെപ്പറ്റി
വളരെ നിസ്സാരമായ രീതിയിൽ അവർക്ക് അത് മനസ്സിലാവാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്രയും സിമ്പിളായിരുന്നു തോന്നുന്നു. അപ്പോൾ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ കുറവായിരിക്കാം. അപ്പോൾ സമയം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് സമയമെടുത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനും ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറക്കാൻ പറ്റും. പക്ഷെ അതിന് പകരം സാധാരണയായിട്ട് എന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും ചെയ്യും, പറയാനുള്ളത് മാത്രം മിനിമം ആയിരിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ലാക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതേപോലെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടിയുള്ള സമയം ചെലവാക്കുക എന്നുള്ളതും അത്യാവശ്യമാണ്. ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എന്ത് വരുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ഒരു വളരെ ഗൗരവമുള്ളൊരു അസുഖമായിരിക്കാം, ഡോക്ടർക്ക് അത് അറിയാമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് വർക്കറിന് അറിയാമായിരിക്കാം. ഒരു 4 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ ഒരു സെപ്സിസ് വന്നിട്ട് ഒരു പേഷ്യൻ്റ് ഡെത്ത് ആവുന്ന ഒരു കാര്യം വളരെ കോൺഷ്യസ് ആയിട്ട് വന്നിട്ടുള്ളൊരു പേഷ്യൻ്റ് ചിലപ്പോൾ ആ ഒരു സമയത്ത് കാണുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, എഴുന്നേറ്റ് നടക്കണ്ടാവും, വർത്താനം പറയുന്നുണ്ടാവും. 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് പേഷ്യൻ്റ് മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഡോക്ടർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും ഇതിങ്ങനെയാണ് ഇതിൻ്റെ കോഴ്സ് എന്നുള്ളത്. പക്ഷെ അത് മറ്റുള്ളവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തിടത്തോളം ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ നടന്നു വന്ന വർത്താനം പറഞ്ഞൊരു രോഗി മരിച്ചു. ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലുള്ള അതിപ്രസരം കാരണം ഇത് ടേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ വരുംവരായികൾ എന്താണെന്നോ മനസ്സിലാക്കാതെ അത് ഏറ്റെടുത്ത് അത് വേറൊരു തലത്തിലേക്ക് എത്തിക്കുകയും നമ്മുടെ എല്ലാവരുടെയും കൺട്രോളിൽ നിന്ന് പോകുന്നൊരവസ്ഥയും വരും. പക്ഷെ ആക്ച്വൽ കാര്യം അതവിടെ ഒളിഞ്ഞു കിടക്കുക തന്നെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരാൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്യണം. ഈ 2 കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. പാഷനേറ്റ് മെഡിക്കൽ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് അതിൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള പങ്കാണ് അതിൻ്റെ പ്രാധാന്യമാണ് ഇപ്പോൾ സാറ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മെഡിക്കൽ പ്രൊഫഷനെ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരു സയൻസിൻ്റെ ഒരു ആസ്പെക്ട് മാത്രമാണ്. അപ്പോൾ മറ്റ് സയൻസ് സബ്ജക്റ്റുകൾ, ഒരാൾ എഞ്ചിനീയർ ആവുന്നു, ഫിസിക്സ് പഠിക്കുന്നു, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിക്കുന്നു, അതുപോലുള്ള ഒരു പ്യുവർ സയൻസുകൾ പോലെ തന്നെ അല്ലാതെ എല്ലാ രംഗത്തും കമ്പാഷൻ ആവശ്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വേറെ എന്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്തും കമ്പാഷൻ വേണം എന്നുള്ള പോലെ അല്ലാതെ മെഡിക്കൽ പ്രൊഫഷനിൽ കമ്പാഷൻ്റെ ഒരു അധിക നീഡ് ഉണ്ടോ ശരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നതാണോ ആള്? അത് തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം നമ്മൾ 2 മനുഷ്യന്മാരുടെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു മെക്കാനിക്കിനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു വണ്ടി ഓഫാക്കിയിട്ടോ ഓണാക്കിയിട്ടോ ഒക്കെ അതിൻ്റെ മുകളിൽ പണിയെടുക്കാം. നമ്മളൊരു പൂർണ്ണമായിട്ട് ഓണാക്കി വെച്ചൊരു മനുഷ്യൻ്റെ മുകളിലാണ് എല്ലാ ജോലികളും ചെയ്യുന്നത്. അപ്പോൾ കമ്പാഷൻ എന്ന് പറയുന്നത് ഒരാളുടെ ശരീരത്തിന് മാത്രമോ അല്ലെങ്കിൽ അസുഖത്തിന് മാത്രമോ അല്ല ചികിത്സിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വളരെ ചെറിയ അസുഖമാണെങ്കിൽ പോലും അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗൗരവമുള്ളതും അയാൾക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം മാത്രം അയാൾ ചിലപ്പോൾ അത് വിചാരിച്ച് അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന മാനസിക പ്രശ്നങ്ങൾ കുറച്ചൊന്നും ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ആ കാര്യങ്ങൾ അയാളുടെ പ്രശ്നം എന്താണോ അത് മനസ്സിലാക്കുകയും അതിനോട് ഒത്തുചേർന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയും അതിനൊരു റെമഡിയും ഒരു ആക്ഷനും ഉണ്ടാക്കാത്തിടത്തോളം കാലം നമ്മളൊരു മെഷീനോട് അത് ചെയ്യേണ്ട കാര്യമില്ല. ഒരു എഞ്ചിനീയർക്ക് അയാളുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു വസ്തുവിനോട് ഒരിക്കലും അത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഡീൽ ചെയ്യുന്നത് മനുഷ്യരോടും സഹജീവികളോടും ആയതുകൊണ്ട് കമ്പാഷന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഈ രോഗി പരിചാരകർ, ആരോഗ്യ പ്രവർത്തകരുടെ മുമ്പിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ആൾട്ടർനേറ്റീവ് സിസ്റ്റംസിൽ കുറച്ചും കൂടി കുറവാണ് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുന്നതെന്ന് കാണാം. അതിൻ്റെ ഒരു കാര്യം അതിലുള്ള എന്ത് ഫാക്ടറായിരിക്കാം അതിനെ സ്വാധീനിക്കുന്നത്? കൂടുതൽ കമ്പാഷനേറ്റ് ആണെന്ന് ആൾക്കാർക്ക് തോന്നുന്നതാണോ? എന്തുകൊണ്ടായിരിക്കാം പലപ്പോഴും അത്തരം ചികിത്സകളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള രോഗശാന്തിയോ കാര്യങ്ങളോ ലഭിക്കുന്നില്ലെങ്കിൽ പോലും അവരതിൽ പരാതി ഉണ്ടായിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അതൊരു പ്രശ്നമായി മാറുന്നില്ല. പക്ഷേ മോഡേൺ മെഡിസിൻ പ്രാക്ടീസിലാണ് കൂടുതൽ പ്രശ്നമുള്ളത്. അപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കാണുന്നതെന്നുള്ളതാണ്. ഒരു കാര്യം മോഡേൺ മെഡിസിനിൽ ഇപ്പോൾ ഓരോ ഹോസ്പിറ്റൽ എടുത്ത് നോക്കുകയാണെങ്കിലും തിരക്കെന്നത് പറഞ്ഞത് ഒരാളുടെ കൺട്രോളിനപ്പുറത്തേക്ക് പോയിരിക്കുന്ന ഒരവസ്ഥയിലാണ്. രോഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇപ്പം നമുക്കറിയാം, ഒരു കിഡ്നി ഡിസീസുള്ള ഒരാളുടെ ഒരു 500 രോഗികളാണ് ഒരു ദിവസം മെഡിക്കൽ കോളേജിൽ വരുന്നത്. ഇപ്പോൾ ക്യാൻസർ വന്നിട്ടുള്ള രോഗികൾ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗികൾ, ഇങ്ങനെ ദിനം ദിനം നമുക്ക് പേഷ്യൻറ്റിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്.
ഒരു 30 കൊല്ലം മുന്നേ അത്യാഹിത വിഭാഗത്തിൽ ഒരു ദിവസം 120-നും 150-നും ഇടയിലാണ് പേഷ്യൻ്റ് വന്നിരുന്നതെങ്കിൽ ഇന്നിപ്പം 600-നും 800-നും ഇടയിലാണ്. ഈ ഒരവസ്ഥ ചിലപ്പോൾ മറ്റുള്ള സിസ്റ്റത്തിൽ ഇത്രയും ബാഹുല്യം ഉണ്ടാവണമെന്നില്ല. ഏതെങ്കിലും ഒരു ആയുർവേദ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മറ്റ് ഇതര ഹോസ്പിറ്റലുകളിലോ അത്യാഹിത വിഭാഗത്തിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒരു 800 പേര് വരുമോ? ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എമർജൻസി ആയിട്ട് പോകേണ്ട ഒരാൾ ശ്വാസം മുട്ടിയിരിക്കുന്ന ഒരവസ്ഥയിൽ അയാൾ മറ്റൊരു ഹോസ്പിറ്റലിൽ പോകുമോ? അതുമില്ല. പോകുമായിരിക്കും. ഇപ്പോൾ എനിക്കറിയാം, ക്യാൻസർ ബാധിച്ചിട്ടുള്ള ഒരാൾ ഒരു സമയത്ത് നമ്മളൊരു ചെറിയൊരു മുഴയായിട്ട് വന്നത് അതിനെ ആ ചുറ്റുവട്ടം മാത്രം എടുത്തു കളഞ്ഞാൽ തീരുന്നൊരവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരാൾ 2 വർഷം മറ്റൊരു ചികിത്സ ചെയ്തു. അതിന് സയൻസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. ആ സയൻസിൽ നമ്മൾ ചെയ്യേണ്ട രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ചികിത്സ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതേ ഒരു രോഗി ചികിത്സ ചെയ്യാതെയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ നാട്ടു സമ്പ്രദായത്തിലുള്ള ചികിത്സകളോ ചെയ്തിട്ട് ഇതെല്ലാം നമ്മൾ പിന്നെ കാണുന്നത് ഒരു സ്റ്റേജ് 4 ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കാണുമ്പോൾ ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമുക്ക് വിഷമം വരുമായിരിക്കും. പക്ഷെ അത് പേഷ്യൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. അവർ ശരിയാണെന്ന് തോന്നിയ ഒരു ചികിത്സ അവർ ചെയ്തു, അവരെ കുറ്റം പറയാനും നമ്മളില്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം, പലപ്പോഴും നമ്മുടെ മോഡേൺ മെഡിസിനിലുള്ള തിരക്കുകളും അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് രോഗികളോട് നമ്മൾ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത അവസ്ഥയും ഒക്കെ വരുമ്പോൾ പ്രശ്നങ്ങൾ ഇവിടെ കൂടുന്നുണ്ട്. പക്ഷെ അതേസമയം മറ്റു സ്ഥലത്ത് പോകുമ്പം കുറച്ചുകൂടി സമയമെടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും അവർ പറഞ്ഞ് മനസ്സിലാക്കുകയും ആ പറഞ്ഞ് മനസ്സിലാക്കുന്നവർ അതിനനുസരിച്ച് ചികിത്സ തേടുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നില്ല. ഒരു ഫാക്ടറും കൂടി അതിലില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയ എലമെൻ്റ് ഓഫ് പ്രശ്നം എല്ലായ്പ്പോഴും മോഡേൺ മെഡിസിനോടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയൊരു എലമെൻ്റ് എപ്പോഴും ഉണ്ട്. അത് മറ്റൊരു ശാസ്ത്രശാഖയിൽ പോയിട്ടൊരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവർ പ്രത്യേകിച്ചൊന്നും പറയില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ഗുരുതരമായ സംഭവമാണ്. പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഈ നാട്ടും പ്രദേശത്തുള്ള ചില സ്ഥലങ്ങളിൽ വെച്ചിട്ട് നമുക്ക് ഈ റോഡ് സൈഡിലൊക്കെ ബോർഡുകൾ കാണാം, പൈൽസ്, ഫിസ്റ്റുല ഇതൊക്കെ ചികിത്സിക്കുന്നു എന്ന് പറയുന്നത്. നമുക്കറിയാം അവർ എന്ത് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ അവർക്ക് എന്ത് മൈക്രോബയോളജിയെ പറ്റി അറിയാം, അവർക്ക് സ്റ്റെറിലൈസേഷനെ പറ്റി എന്തറിയാം, ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ പോയിട്ട് ഗുരുതരമായ അസുഖങ്ങളും ടെറ്റനസും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും അവരൊരിക്കലും ആ ഒരു ശാസ്ത്രശാഖയെ പറ്റിയോ അതിന് ഒരു കംപ്ലൈൻറ്റോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല. പക്ഷെ തിരിച്ച് ഒരു കാര്യം വരുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തന്നെ അതൊരു പ്രശ്നത്തിലേക്ക് നീങ്ങുകയും പലപ്പോഴും അതിനെ മാധ്യമ ശ്രദ്ധയിൽ വരുത്തുകയും പലതും ചെയ്യും. നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് പത്രത്തിലോ അല്ലെങ്കിൽ മീഡിയാസിലോ വന്നിട്ട്? ഇല്ലല്ലോ. മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഒരു മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലിലോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും അത് എത്ര പെട്ടെന്നാണ് അതിനെ പർവ്വതീകരിച്ച് പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അപ്പോൾ അതിന് ചെറിയൊരു എലമെൻ്റ് എപ്പോഴും നമ്മുടെ അസുഖം മാറ്റാനുള്ള അല്ലെങ്കിൽ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ശാസ്ത്രശാഖയാണെന്ന് പറയുകയാണെങ്കിൽ പോലും അതിൽ സമൂഹത്തിനും ഒരു ചെറിയൊരു പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇത്തരം പ്രശ്നങ്ങൾ ഒരു മൂല കാരണമായിട്ട് കാണുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ അഭാവം അല്ലെങ്കിൽ വിവിധ ഡോക്ടർമാർ രോഗികളെ കാണുന്നതും വിവിധ കേസിലോടുള്ള സ്ഥലങ്ങളിൽ കാണുമ്പോഴുള്ള വ്യത്യാസം സബ്ജക്റ്റീവ്നെസ്സും കൂടിയാണ് എന്നാണ്. അപ്പോൾ അതിൽ നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷനിലോ ഈ ആൾട്ടർനേറ്റീവ് മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ ഹിസ്റ്ററി ടേക്കിങ്ങിലോ അല്ലെങ്കിൽ റാപ്പോ ഉണ്ടാക്കുന്ന കമ്മ്യൂണിക്കേഷനിലോ നമുക്ക് അഡാപ്റ്റ് ചെയ്യാവുന്ന എന്തെങ്കിലും ഉണ്ടെന്നോ അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു അതിനേക്കാളും ഒക്കെ കൂടുതലായിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ നന്നായിട്ട് ചികിത്സിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല. ഇപ്പോൾ അമേരിക്കയിൽ ഒരു ഹോസ്പിറ്റലിൽ രാവിലെ 7 മണി മുതൽ ഒരു 5 മണി വരെ 10 രോഗികളെയാണ് ഒരു കൺസൾട്ടൻ്റ് കാണുന്നതെങ്കിൽ ഞാൻ എൻ്റെ ഒ പിയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് 450-500 രോഗികളെ എൻ്റെ ഒ പിയിൽ കാണണം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഒരു രോഗിയെ എനിക്ക് ചിലപ്പോൾ 5 മണിക്കൂറോ 10 മണിക്കൂറോ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു രോഗിയാണെങ്കിൽ ആ പുറത്ത് നിൽക്കുന്ന അക്ഷമരായിട്ടിരിക്കുന്ന ഓരോരാളും എന്തുകൊണ്ടാണ് ഇയാൾ ഇത്ര കൂടുതൽ സമയം എടുക്കുന്നത്? ഞാൻ രാവിലെ 8 മണിക്ക് വന്നതല്ലേ, എന്തുകൊണ്ട് എന്നെ നോക്കിയില്ല? ഞാൻ അയാളെക്കാൾ മുന്നേ വന്നതല്ലേ? അപ്പം ഇതിൽ ഒരു അസംതൃപ്തരായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ആങ്ഷ്യസ് ആയിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് ഒരു ക്യൂ സിസ്റ്റം അല്ലെങ്കിൽ ഒരു നമ്പർ ഇത്രയാണ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരാളുടെ കാര്യത്തിന് ഇത്രയും സമയം നമുക്ക് ചിലവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ന് നടപ്പിലാവാൻ പറ്റുമോ അന്ന് ഈ പറയുന്ന കമ്പാഷൻ
അത് കമ്പാഷനായിട്ട് തന്നെ എല്ലാവർക്കും നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും. ഇതിൽ ഇപ്പോൾ ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. സാധാരണ രീതിയിൽ ഒരു നേഴ്സും ഒരു പേഷ്യൻറ്റിൻ്റെയും റേഷ്യോ നോക്കുകയാണെങ്കിൽ ഒരു 1:6 ആണ് ഒരു വാർഡിലുള്ള നേഴ്സിൻ്റെ ഒരു അനുപാതം. ഒരു വെന്റിലേറ്ററിൽ വരുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ 1:1 ആണ്. വെന്റിലേറ്ററിൽ അല്ലാതെ ICUവിൽ കിടക്കുന്ന ഒരു രോഗിയാണ് 1:2 ആണ്. ഒരു ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റിലാണ് ഒരു 1:3-4 ആണ്. ഇതേപോലെ 8 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തിരിച്ച് ആ രോഗീനെ കാണാൻ വരുന്നില്ല. 8 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞു, നിങ്ങൾ പോയി, അടുത്ത ടീം ഏറ്റെടുത്തു. അല്ലെങ്കിൽ ഒരു ടീമിന് ഞാൻ ഈ പറഞ്ഞ മാതിരി വാർഡിൽ ഇപ്പം 100 രോഗികൾ കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ അനുപാതം അനുസരിച്ച് ഇത്ര നമ്പർ ഓഫ് സ്റ്റാഫ് വേണം. നമുക്ക് എവിടെ നോക്കിയാലാണ് ആ ഒരു അനുപാതം കാണാൻ പറ്റുന്നത്? ഒരു സ്ഥലത്തും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വാർഡിലുള്ളൊരു നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ജോലി, അവരവരുടെ നേഴ്സിംഗ് ജോലി ചെയ്യണം, അവരുടെ അഡ്മിനിസ്ട്രേഷൻ ജോലി ചെയ്യണം, അവർ ബാക്കിയുള്ള ആൾക്കാരുടെ പബ്ലിക് ഇൻഫർമേഷൻ ജോലി ചെയ്യണം. ഒരു ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ആൾക്കാർ അസ്വസ്ഥമാവുകയും അതിനനുസരിച്ചുള്ള പ്രകോപനങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും വരികയും ചെയ്യും. അപ്പം നമുക്കിതിന് ഈ ഒരു വാർഡിൽ മാനേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക് റിലേഷൻസിന് വേണ്ടി ഒരാളുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യും. അവർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു 80% സമയവും ഒരു 20% സമയം അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുമായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഇത് മിക്കവാറും 50-50 അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ അനുപാതം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാർ ആവശ്യത്തിനുണ്ട്, സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് ഒക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് പരിപാലിച്ച് പോകാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് ഈ പറയുന്ന വിഷയത്തിലുള്ള ഒരുവിധം പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റും. ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ വാർഡിൽ ഞാൻ നോക്കിയിട്ടുള്ളൊരു കാര്യം, ഒരു ആർട്ടീരിയൽ ഡിസീസായിട്ട് സിവിയർ പെയിനായിട്ട് വരുന്നൊരു രോഗി, അവരെ പെയിൻ മാനേജ് ചെയ്യാനായിട്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ആ പേഷ്യൻ്റ് ഒരിക്കലും വാർഡിലുള്ള ഒരാളെ കൊണ്ടും ഡ്രസ്സ് ചെയ്യാൻ സമ്മതിക്കില്ല. എന്തുകൊണ്ടായിരിക്കും വിഷ്ണുവിന് എന്താ തോന്നുന്നത്? ഇവിടെ വരുമ്പോൾ ഞാൻ നേരത്തെ തുടക്കം തന്നെ ഞാൻ പറഞ്ഞു, വളരെ കമ്പാഷനേറ്റ് ആയിട്ട് സംസാരിക്കുന്ന, കമ്പാഷനേറ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗത്തിൻ്റെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഞാനിവിടെ 60 പേഷ്യൻ്റ് റൗണ്ട്സ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ തിരക്കിനിടയിൽ ഒരാളെ ഡ്രസ്സ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഞാൻ എടുക്കുന്ന സമയം അത് പ്രോപ്പറായിട്ട് ഡ്രസ്സിങ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ഉള്ള മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം കിട്ടുന്ന, സമാധാനം കിട്ടുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ സമയം അവിടെ ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് അവർ പറയും, ഡോക്ടറെ ഡ്രസ്സ് ചെയ്യുന്നത് ഞങ്ങൾ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ പോയിട്ട് ചെയ്തോളാം, ഡ്രസ്സിങ് അവിടെ നിന്ന് ചെയ്യണ്ട. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം അവർ കൂടുതലും അവർക്ക് പറയാനുള്ളത് പൂർണ്ണമായിട്ട് കേൾക്കാനും അതിനൊരു സന്തോഷം സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ തിരിച്ചു കിട്ടാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് സംശയമില്ല. ആ കമ്പാഷൻ ഇവിടെ നമുക്ക് ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ലാത്തിടത്തോളം എത്ര കണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. പിന്നെ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നഴ്സുമാർ അങ്ങനെയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റവും കരിക്കുലവും ആപ്റ്റാണോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ധാരണ, നമ്മൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ ഉള്ളതിൽ നിന്നും കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നാഷണൽ മെഡിക്കൽ മിഷൻ കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെയും എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പാഠ്യവിഷയമേ അല്ല. ഒരു റോയൽ കോളേജ് ഓഫ് സർജൻസ് അല്ലെങ്കിൽ റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് ഇവരുടെ ഇതിൽ നോൺ ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞ് വേറെ തന്നെ ഒരു ഏരിയ ഉണ്ട്, നോൺ ടെക്നിക്കൽ സ്കിൽസ്. അപ്പം നോൺ ടെക്നിക്കൽ സ്കിൽസ് എല്ലാ ആരോഗ്യ പ്രവർത്തകനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു സിറ്റുവേഷണൽ അവെയർനെസ്, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യും, അതിന് ഡിഫറെൻറ്റ് സെനേറിയോസ് വെച്ചിട്ട് അവരെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പലപ്പോഴും രോഗികൾ അവരുടെ ആങ്സൈറ്റി കൊണ്ടും അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടും അവരുടെ ബന്ധുക്കളെയും നമ്മൾ കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് എഡ്യൂക്കേറ്റ് ചെയ്യാത്തിടത്തോളം കാലം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ പ്രശ്നങ്ങൾ മാത്രമായിട്ട് കണ്ടുകൊണ്ട് കാര്യമില്ല. അതെങ്ങനെ ആ സിറ്റുവേഷൻ കൈകാര്യം, ഒരു ആംഗ്രി പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരികയാണെങ്കിൽ അയാളുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് പകരം തിരിച്ച് നമ്മൾ ചീത്ത പറയാൻ നിന്നിട്ട് കാര്യമില്ലല്ലോ. അയാൾക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, അത് മനസ്സിലാക്കി അത് അനലൈസ് ചെയ്ത് അതിനുള്ളൊരു ആക്ഷൻ നമ്മൾ കൊടുത്താൽ മാത്രമേ അത് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നമ്മളെപ്പോഴും പറയുന്ന ബ്രേക്കിംഗ് ബാഡ് ന്യൂസ്, അത് പെട്ടെന്ന് പോയി പറയുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു 5 മണിക്ക് വന്നു 8 മണിക്ക് പേഷ്യൻ്റ് ഡെത്തായി. അപ്പം നമ്മളത് നേരത്തെ കണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്കത് മനസ്സിലാകാൻ പോകുന്നില്ല.
പലപ്പോഴായിട്ടും ഇപ്പം ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം, ഞാനൊരു സർജൻ ആയതുകൊണ്ടാണ് കൂടുതൽ ആ തരത്തിലേക്ക് പോകുന്നത്. ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കോംപ്ലിക്കേഷൻ വരുന്നത് നമ്മൾ കാലേ കൂട്ടി പറയേണ്ടത് അത്യാവശ്യമാണ്. ഇത്ര പ്രോബ്ലംസ് അതിന് വരാം. ഈ പ്രോബ്ലംസ് അവരുടെ ബന്ധുക്കളെയും ബാക്കിയുള്ളവരെയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ മാത്രം ആൾക്കാർ വരികയും അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യില്ലായിരുന്നല്ലോ, നിങ്ങൾ എന്താ നേരത്തെ പറയാറ്, ഈ ഒരു അവസ്ഥയ്ക്ക് ഒരിക്കലും ഒരു ഇടവരുത്തരുത്. അതേ രീതിയിൽ അവിടെയും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ MBBS പഠനകാലത്തായാലും PG പഠനകാലത്തായാലും നോൺ ടെക്നിക്കൽ സ്കിൽസ്, അതിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ സിറ്റുവേഷൻ അവെയർനെസ്, കമ്മ്യൂണിക്കേഷൻ, ഒരു ടീം എങ്ങനെ ലീഡ് ചെയ്യാം, ഒരു ടീം ലീഡറായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം, ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് എങ്ങനെ മാനേജ് ചെയ്യാം, ഇതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മളിപ്പോൾ സർജറി പഠിപ്പിക്കുന്നോ അല്ലെങ്കിൽ ഒരു പൾമണറി എഡീമ മാനേജ് ചെയ്യുന്നത് അതേ ഇമ്പോർട്ടൻസിൽ തന്നെ ഈ കാര്യങ്ങളും കൂടി പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി ഇൻറ്ററാക്റ്റീവായിട്ട് പോവാം. ഓഡിയൻസിൽ നിന്ന് അഭിപ്രായങ്ങളോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ അതും ചോദിച്ചുകൊണ്ട് പോവാം. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത് പരമാവധി ഒരു 30 സെക്കൻഡ്സ് 40 സെക്കൻഡ്സിലേക്ക് ചുരുക്കിയിട്ടും ക്രിസ്പായിട്ട് ചോദിച്ചാൽ നമുക്ക് അടുത്ത ആളിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. ശ്രീജയൻ പറഞ്ഞു വന്നതിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു റോള് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പം ഈ മെഡിക്കൽ കോളേജിന് പുറത്തുള്ള സംവിധാനങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ 50 കൊല്ലത്തിനിടയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 25 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുള്ള വലിയൊരു കാര്യം ചേഞ്ച് ഈ കോർപ്പറേറ്റ് മെഡിക്കൽ സിസ്റ്റംസ് കുറേ കൂടി കോംപ്ലക്സ് ആയിട്ടുണ്ട്. അതിൽ പലപ്പോഴും ഡോക്ടറുടെ റോള് വളരെ മിനിമൽ ഒരു കോഗ് ഇൻ ദ വീൽ റോളായി പോയിട്ടുണ്ട് ഇപ്പം സംവിധാനങ്ങളിൽ, അത് ഡിസിഷൻ മേക്കിങ്ങിലായാലും. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഡെഫിനറ്റ്ലി യെസ്. അതിൻ്റെ അപ്പുറത്ത് ബേസിക്കായിട്ട് കമ്പാഷനേറ്റഡ് അപ്രോച്ച് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ലേ മെഡിക്കൽ രംഗത്ത്? രോഗിയുടെ ഫാമിലിയുടെ എന്താണ് അവർക്ക് നല്ലതെന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കാനും അത് കൺവേ ചെയ്യാനും ഒക്കെയുള്ള ഡോക്ടറുടെ പരിമിതികൾ ഒരുപാട് കൂടി വരുന്നില്ലേ കോർപ്പറേറ്റ് ഒരു വേൾഡിൽ? ഇപ്പോൾ അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഇല്ലേ? അതെല്ലാം എൻ്റെ കാഴ്ചപ്പാടിൽ അതെ. ഇപ്പോൾ പുറത്ത് വരികയാണെങ്കിൽ നമുക്കറിയാം, ഒരു രോഗി വരുമ്പോൾ തന്നെ അവരെ റിസീവ് ചെയ്യാൻ ആളുണ്ട്, അവരെ ഡയറക്റ്റ് ചെയ്യാൻ ആളുണ്ട്, അത് കഴിഞ്ഞ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി സഹായങ്ങൾ ചെയ്യാൻ ആളുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാണ്ടർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അതുകൂടാതെ ഇപ്പം അത് കോർപ്പറേറ്റിലാണെങ്കിലും പബ്ലിക് സെക്ടറിലാണെങ്കിലും തിരക്ക് എന്ന് പറഞ്ഞ വലിയൊരു ഫാക്ടറാണ്. നമ്പർ ഓഫ് കേസസ് ഒരാൾക്ക് കാണാൻ പറ്റുന്നതിൽ കൂടുതൽ കാണുന്നതിനനുസരിച്ച് ഈ കാര്യങ്ങൾ അവരുടെ അടുത്ത് പ്രോപ്പർലി പറയാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് ചേർന്നുകൊണ്ട് നമുക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യം, ഒരു മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മെഷീൻ മാതിരി ഡോക്ടറും അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരും വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. അതെനിക്ക് തോന്നുന്നത് കോർപ്പറേറ്റ് ആയാലും ഇപ്പം ഒരാൾ ഇന്നിപ്പം 10 പേഷ്യൻ്റാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്, അയാളുടെ അടുത്ത് 100 എണ്ണം കൊടുക്കുമ്പോഴേക്ക് ഈ ബാക്കി എല്ലാ ഫാക്ടേഴ്സുമാണ്, ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് അവിടെ പോകുന്നത്. ഈ കമ്പാഷൻ എന്ന് പറഞ്ഞൊരു സാധനം അവിടെ പിന്നെ അതിന് റോൾ ഇല്ലാതെ വരികയാണ്. മെക്കാനിക്കലി ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നു. അത് കോർപ്പറേറ്റിലാണെങ്കിലും പബ്ലിക് സെക്ടറിലാണെങ്കിലും തിരക്കൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൂടാതെ ഈ അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫും വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു കോർപ്പറേറ്റിലാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് കുറേയൊക്കെ അത് മെയിൻറ്റൈൻഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് കോർപ്പറേറ്റിൽ പ്രശ്നങ്ങളില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്, പ്രശ്നങ്ങൾ ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ രോഗികളെ സഹായിക്കാനും അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ അവർക്ക് സന്തോഷം സമാധാനം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുഡ് ഈവനിങ് സർ. എൻ്റെ പേര് നീരജ എന്നാണ്. ഞാൻ പാലിയമെൻറ്റിലെ ഒരു സോഷ്യൽ ഓഫീസറാണ്. സോ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയണത്, നമ്മൾ പാലിയേറ്റീവ് കെയറിൽ നോക്കുമ്പം കൂടുതലും പേഷ്യൻസിൻ്റെ ഓട്ടോണമിയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത്. പക്ഷേ ഒരു നോർമൽ രീതിയിലുള്ളൊരു മെഡിക്കൽ സ്ട്രീമിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ട്രീറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നോക്കാറുള്ളത്. അപ്പം ഈ ഓട്ടോണമി അല്ലെങ്കിൽ ഒരു പേഷ്യൻസ് ഡിസിഷൻ, പേഷ്യൻസ് ലൈക്സ്, അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് മെഡിക്കൽ കെയറിൽ വരുന്നത്? നമ്മൾ പാലിയേറ്റീവിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പോലെ എന്തുകൊണ്ട് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല?
പേഷ്യൻ്റ് ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പേഷ്യൻസ് ഓട്ടോണമി എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ കൂടുതലും പേഷ്യൻസിൻ്റെ ഡിസിഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മേ ബി ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിൽ ഒരു സ്റ്റേജ് എത്തുമ്പം പേഷ്യൻസിന് ചിലപ്പം അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇൻട്രസ്റ്റ് വരണ്ടാവില്ലായിരിക്കാം. നമ്മൾ കൂടുതലൊന്നെങ്കിൽ കൂടെ നിൽക്കുന്ന കെയർ ഗീവേഴ്സിൻ്റെ ഡിസിഷൻ ആയിരിക്കും ചിലപ്പം ഹോസ്പിറ്റൽ സെറ്റിംഗ് മുന്നോട്ടെടുത്തിട്ട് ആ ഒരു രീതിയിൽ പോകുന്നത്. അപ്പം നമ്മൾ പാലിയേറ്റീവ് കെയറിലോട്ട് വരുമ്പോൾ കമ്പയർ ചെയ്യുമ്പം എത്രമാത്രം പേഷ്യൻ്റ് കംഫർട്ടബിൾ ആണ്, പേഷ്യൻസിൻ്റെ ഡിസിഷനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ ഒരു നോർമൽ സെറ്റിങ്ങിൽ നമ്മൾ അത്രത്തോളം കണ്ടിട്ടില്ല. കൂടുതലും ട്രീറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. സോ അത് ആ ഒരു കാര്യത്തിൽ ഇപ്പം നമ്മൾ ക്യാൻസർ രീതിയിലുള്ള അസുഖങ്ങളും അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസും അതൊരു പാലിയേറ്റീവ് കെയറിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമുണ്ട്. നമ്മളൊരു ജനറൽ ഇതിൽ വരികയാണെങ്കിൽ ഒരു പനി വന്നയാൾ മുതൽ ബാക്കി അങ്ങേയറ്റം അസുഖമുള്ള മൊത്തം ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും വലിയ പ്രശ്നങ്ങളാണെങ്കിലും പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഒരു കാലത്ത് ഒരു പേഷ്യൻറ്റിനെ ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു, അയാൾ പ്രത്യേകിച്ചൊന്നും ട്രീറ്റ്മെൻറ്റ് ആസ് സച്ച് ഓഫർ ചെയ്യാനില്ലാത്തൊരവസ്ഥ വരുമ്പം പിന്നെ എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഇപ്പം ഏകദേശം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്കൊരു ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ഉത്തരവുണ്ട്. അയാളുടെ ജീവിതകാലം മുഴുവൻ അയാളെ എങ്ങനെ മെച്ചപ്പെട്ട് അയാളെ കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ പാലിയേറ്റീവിൽ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് പേഷ്യൻറ്റിൻ്റെ താല്പര്യത്തിനനുസരിച്ച് പോകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അതേസമയം ഒരു ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കണ്ടീഷൻ, അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പൂർണ്ണമായിട്ടും അയാളുടെ ജീവിതം തിരിച്ചു കിട്ടുന്നൊരു കണ്ടീഷനിൽ പേഷ്യൻറ്റിൻ്റെ ഡിസിഷൻ മാത്രം ആലോചിക്കാൻ പാടില്ല. ആ സമയത്ത് നമ്മൾ പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അത് ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന രീതിയിലാണ് കോംപ്ലിക്കേഷൻ വരാൻ, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. അതല്ല, ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ വരും. ഇതിൻ്റെ വരായികൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അത് സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ തീരുമാനം ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റിംഗ് ഫിസിഷ്യൻ ഒന്നും അതിൽ ചെയ്യാനില്ല. അതായത് ഒരാൾ 18 വയസ്സിന് മുകളിലുള്ള ആരോഗ്യവാനായ മാനസികമായി ആരോഗ്യമുള്ള ഒരാൾ എന്ത് ഡിസിഷൻ എടുത്താലും നമുക്കതിൽ കോൺട്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ഡോക്ടർ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിലോ അവരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവും എന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം ആരോഗ്യ പ്രവർത്തകനുണ്ട്. അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് അതിൽ ഫോക്കസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരവസ്ഥയിലേക്കാണ് അത് വരുന്നത്. സാറ് വിളിച്ചപ്പോൾ എൻ്റെ പേര് അബ്ദുൽ ഗഫൂർ, തിക്കോടിയാണ്. ഈ മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥാപനങ്ങളിലെ വലിയ തിരക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലും വളരെ പെട്ടെന്ന് തന്നെ ഈ തിരക്ക് ഒരു ശീലമാക്കി എല്ലായിടത്തും അങ്ങനെയാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തിരക്കൊന്നും ഇല്ലാത്തൊരു ഡോക്ടറടുത്ത് പോയാലും ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ എല്ലാം ചോദിച്ച് പെട്ടെന്ന് എഴുതി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കമ്പാഷനേറ്റ് ആവുക എന്നുള്ളത് വെറും തിരക്കുമായി ബന്ധപ്പെട്ടതാണോ, അതൊരു അപ്രോച്ചിൻ്റെ ഭാഗമാണോ എന്നുള്ളതാണ്. അത് രണ്ട് തരത്തിലും നമുക്കതിനെ ആലോചിക്കാം. അപ്രോച്ച് എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ അതൊരു പാഠ്യ വിഷയമായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അതേപോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് മറ്റേതിനും കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇപ്പം രോഗം വരുന്നു, രോഗം എന്താണെന്ന് മനസ്സിലാക്കുന്നു, ചികിത്സിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ ആ സോഫ്റ്റ് സ്കിൽസ് അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ സ്കിൽസ് എല്ലാവരെയും പഠിപ്പിക്കേണ്ടതും. ഇപ്പോൾ പുറം രാജ്യങ്ങളിലാണെങ്കിൽ നമ്മൾ റീവാലിഡേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. റീവാലിഡേഷൻ ചെയ്യുന്നത് ചിലപ്പോൾ 5 കൊല്ലത്തിലായിരിക്കും. ആ റീവാലിഡേഷൻ ചെയ്യാത്തവർക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കില്ല. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം ഒരു മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർ ചെയ്യുന്നത് വരെ അതേപോലെ പോവുകയാണ്. ആ രീതിയിൽ പറ്റില്ല. കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ ഇപ്പോൾ പാഠ്യവിഷയമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതത് പുതുതായി ഉൾപ്പെടുത്തുകയും രോഗിയുടെ ഇത്തരം ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല മറ്റുള്ള കാര്യത്തിലും അതേ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ അത് പഠനം കൂടി മാറിയാലേ അതിൽ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ അപ്രോച്ച് എന്ന് പറയുന്നത് ഇപ്പം ചിലപ്പോൾ ഒരു 25 കൊല്ലം മുന്നേ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയ ഒരാൾ അയാളുടെ റുട്ടീൻ അതായിരിക്കാം. അത് നമ്മൾ റീവാലിഡേറ്റ് ചെയ്യാനോ സൂപ്പർവൈസ് ചെയ്യാനോ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത സ്ഥിതിയിൽ അയാൾ എന്താണോ കണ്ടിന്യൂ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊരവസ്ഥ വരാം. നമ്മൾ സാറ് നേരത്തെ സംസാരിച്ച സമയത്ത് ആ വർക്ക് ടൈമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 8 hour കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണെന്നുള്ള. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലാത്തത്
കമ്പാഷനേറ്റ് ആവുന്നതിന് ഒരു പരിധിവരെ ഹിൻഡർ ചെയ്യുന്നുണ്ടോ, തടയുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പത്രത്തിലല്ലാതെ പല ദിവസങ്ങളും കാണുമല്ലോ, 6 മണിക്കൂർ 1 മിനിറ്റ് പൈലറ്റ് വണ്ടി എടുക്കാൻ തയ്യാറായില്ല അല്ലേ? 6 മണിക്കൂർ കഴിഞ്ഞിട്ട് അയാൾ അടുത്ത 1 മിനിറ്റ് അയാളെ ഫ്ലൈ ചെയ്യാൻ സമ്മതിക്കില്ല. അതിനേക്കാളും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ളവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ കുര്യാക്കോസ് സാർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 12 മണിയും, അത് കഴിഞ്ഞ് പിന്നെ രാവിലെ 4 മണിക്ക് വേണ്ടി വന്നിട്ട് വീണ്ടും തുറക്കും. നമ്മൾ നിർബന്ധിതരാവുന്നൊരവസ്ഥ വരും, ചിലപ്പോൾ ചെയ്യേണ്ടി വരും. രാത്രി 11 മണി മുതൽ രാവിലെ 5 മണി വരെ ഓപ്പറേറ്റ് ചെയ്ത ദിവസങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും കിടന്നുറങ്ങുന്ന, അല്ലെങ്കിൽ പൈലറ്റും അല്ലെങ്കിൽ ഫയറും പോലീസും ഹോസ്പിറ്റലിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോൾ സമയം ഒരു ഫാക്ടർ തന്നെയാണ്. പലപ്പോഴും ഈ കമ്പാഷനേറ്റ് അല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആരോഗ്യ പ്രവർത്തകർ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു 99.9% കമ്പാഷനേറ്റ് ആണെങ്കിലും അവർക്ക് കമ്പാഷൻ കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണ്. ആ സാഹചര്യത്തിൽ വരുമ്പോഴാണ് അയാൾ സ്ട്രെസ്ഡ് ഔട്ട് ആവും. ഇപ്പോൾ ഏതൊരു മനുഷ്യനെ വെച്ച് നോക്കുകയാണെങ്കിലും അയാൾക്ക് അയാളുടേതായിട്ടുള്ളൊരു റെസ്റ്റും അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. അപ്പം അതിന് ഒരു ഓവറായിട്ട് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സമയബന്ധിതമായിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന പണി അത്ര സമയം എന്ന് വെച്ച് ഇത്ര നമ്പർ എന്നൊക്കെ വെച്ച് വരികയാണെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലും വരുമെന്നുള്ളതിൽ സംശയമില്ല. നമ്മളെ ഈ പ്രോഗ്രാം യൂട്യൂബ് ചാനലിൽ ലൈവായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലും കുറച്ച് ആൾക്കാർ കമൻസും ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും എടുത്തതാണ്. ഒരാൾ ചോദിച്ചിട്ടുള്ളത്, അൺഎത്തിക്കൽ പ്രാക്ടീസിന് വേണ്ടിയുള്ള സമ്മർദ്ദം ഡോക്ടർമാരുടെ കമ്പാഷനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അൺഎത്തിക്കൽ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഡോക്ടർമാരുടെ കമ്പാഷനെ ബാധിച്ചിട്ടുണ്ടോ? അതേപോലെ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ എഴുതിയ ആളൊരു ഡോക്ടറാണ്. ഒരു ഡോക്ടറായ ഞാൻ മറ്റൊരു വിദഗ്ധന്റെ അടുത്ത് പോയി, അദ്ദേഹത്തിന് എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റാതെ പോയി. വളരെ വിഷമത്തോടെ ഞാൻ ആലോചിച്ചത് ഒന്നും അറിയാത്തൊരു സാധാരണക്കാരൻ്റെ കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടും ഒരാൾ തന്നെ നമ്മുടെ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ലൈവ് ഷോന് താഴെ ഇട്ടിട്ടുള്ള കമൻസും ചോദ്യമാണ്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു എഗെയിൻ ഞാൻ ട്രെയിനിങ്ങിൻ്റെ ബാക്കിയേ ഞാൻ പറയുള്ളൂ. നമ്മൾ പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്തിട്ടുള്ള ഒരു കാര്യം ആക്ച്വലി ഭയങ്കര എക്സ്പേർട്സ് ഒന്നും അല്ല നമുക്ക് വേണ്ടത്. ഏറ്റവും ലോ ലെവലിലുള്ള ആൾക്കാരും അല്ല വേണ്ടത്, മീഡിയോക്കേഴ്സാണ് വേണ്ടത്. കാര്യങ്ങൾ മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യുന്നതിനും കമ്പാഷനേറ്റ് ആയിട്ട് സംസാരിക്കാനും ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരാണ് കൂടുതലും വേണ്ടത്. അല്ലാത്ത തരത്തിൽ ഹൈ എൻഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ വേണം. അതൊരു സ്പെഷ്യലിസ്റ്റ് സെൻ്ററായിട്ട് വേണം. ലോ ആയിട്ട് ആരെയും നമുക്ക് വരുത്താനും പറ്റില്ല. പിന്നെ ഓരോ ഇൻഡിവിജ്വലും വ്യത്യസ്തനാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സിസ്റ്റത്തിലൂടെ കടന്നു വരുമ്പോൾ ഒരു സ്റ്റാൻഡർഡൈസേഷൻ നിർബന്ധമാണ്. ആ സ്റ്റാൻഡർഡൈസേഷൻ ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ് അത് വരുന്നത്. ഒരു പേഷ്യനെ ഇന്ന കാര്യം ചെയ്യണം, ഇന്ന രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം, ഇന്ന രീതിയിൽ പറയണം, ഇന്ന രീതിയിലാണ് ഇന്ന സിറ്റുവേഷനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരവസ്ഥ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ പാസ്സായത് കഴിഞ്ഞതിന് ശേഷം റിട്ടയർ ചെയ്യുന്നവരെ ഒരേപോലെ പോകുന്ന ഒരു സിറ്റുവേഷനും അതിനെ റീവാലിഡേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയും അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന അവസ്ഥയും വരാത്തിടത്തോളം കാലം ഈ പറഞ്ഞിട്ടുള്ള ധാരാളം കാര്യങ്ങൾ സംഭവിക്കാം. അൺഎത്തിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഏരിയയിൽ നമ്മൾ സംസാരിക്കാനുള്ളൊരു കാര്യമാണ്. പക്ഷേ അൺഎത്തിക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു അത്രയും അൺഎത്തിക്കലായിട്ട് പോകുന്നവർ വളരെ കുറവായിരിക്കും, വളരെ വളരെ കുറവായിരിക്കും. പണ്ട് കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അത്ര ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അത്രയും ഒരു റാമ്പൻ്റ് ആയിട്ട് അത്തരം രീതിയിലേക്ക് കൈകാര്യം ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി എന്നുള്ളതല്ല, ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയി എന്നുള്ളതേ ഞാൻ എന്നെ കണക്കൂട്ടുള്ളൂ. ഡോക്ടർ ആയതുകൊണ്ട് ഇപ്പം നമ്മളൊരു സ്പെഷ്യൽ കെയർ കിട്ടണം നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും അയാളുടെ നിറമോ അയാളുടെ ജാതിയോ മതമോ അയാളുടെ സാമ്പത്തിക സ്ഥിതിയോ ഒന്നും നോക്കാത്ത തരത്തിൽ നമുക്ക് അയാളുടെ പ്രോബ്ലം എന്താണോ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നാലേ അത് പറ്റുള്ളൂ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സിസ്റ്റത്തിൽ ആ സിസ്റ്റത്തിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ ചേഞ്ച് ചെയ്താൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. ആ രീതിയിലേക്ക് അത് വരുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്.
Sir, in very Arvind. Hello. So, I was actually a house surgeon in S2 when you were chief of the unit. So my question is for doctors, especially postgraduates. Usually, what my experience has been that most doctors know 120% of what they need to know, almost. Paksha, in terms of compassion and ethical questions, if you put a simple ethics MCQ to a doctor, a postgraduate doctor, they seem to be unable to answer the question. So, the National Board of Medical Education, how important do they see these soft skills, compassion, ethics? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാഷണൽ മെഡിക്കൽ കൗൺസിൽ സ്ലോലി കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് വരികയാണ്. UK സ്റ്റാൻഡേർഡ്സിലേക്ക് കൂടുതലായിട്ടത് കാര്യങ്ങൾ വ്യത്യാസം വന്നു. ഇപ്പോൾ ഈ പുതിയ CBME കരിക്കുലം വെച്ച് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ വെസ്റ്റേൺ കുറേ കാര്യങ്ങൾ എല്ലാം നമ്മൾ അഡോപ്റ്റ് ചെയ്യണമെന്നല്ല, കുറേ കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇതിൽ ഉള്ള ആ വെസ്റ്റേൺ സ്റ്റാൻഡർഡൈസേഷൻ നമുക്ക് വരാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറേ ഉണ്ടാവും. ഇപ്പം ഇതിൽ ബിറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇല്ല എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഇപ്പം ഈക്വാലിറ്റീനെ പറ്റി നമ്മൾ സംസാരിക്കണം, ഡൈവേഴ്സിറ്റീനെ പറ്റി സംസാരിക്കണം, ഇതെങ്ങനെ കൊണ്ടു നടക്കണം നമ്മൾ ആലോചിക്കണം. അതിന് ഒരു ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്, ഇപ്പോൾ ജനറൽ മെഡിക്കൽ കൗൺസിലിൻ്റെ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ് മാത്രം നോക്കിയാൽ മതി. എന്തൊക്കെ കാര്യങ്ങൾ നമ്മളതിൽ ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ നിയമങ്ങളില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്താൽ ഡോക്ടറെ ശിക്ഷിക്കാനുള്ള നിയമമില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പ്രോപ്പർലി നടപ്പിലാവാത്തൊരു സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓവർ എ പീരീഡ് ഓഫ് ടൈം വെസ്റ്റേണൈസേഷൻ ഈ തരം കാര്യങ്ങളിൽ, അതായത് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ ഡോക്ടേഴ്സാണ് കൂടുതലും എക്സൽ ചെയ്യുന്ന ആൾക്കാരെന്നേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ, പുറത്താണെങ്കിൽ പോലും. അതേപോലെ പക്ഷേ അവരുടെ സോഫ്റ്റ് സ്കിൽസിൽ അവർ ഏറ്റവും പിറകിലാണ്. ഇപ്പം പുറം രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിൽ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 90% സോഫ്റ്റ് സ്കിൽസിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുക, 10% മാത്രമേ മറ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതലും മീഡിയോക്കേഴ്സാണ് വേണ്ടത്, ലോ ലെവലിലുള്ള ആൾക്കാരല്ല, ഹൈ ലെവലിലുള്ള ആൾക്കാരല്ല. മീഡിയോക്കേഴ്സാണ്, അവർ സോഫ്റ്റ് സ്കിൽസിൽ അവർ സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് മെച്ചപ്പെടാൻ പറ്റുള്ളൂ. നമ്മുടെ സിസ്റ്റം തറലി ചേഞ്ച് ചെയ്യണം, എന്നാൽ മാത്രമേ അത് മെച്ചപ്പെടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും പുതിയ ജനറേഷൻ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അവർ മാറി വന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സമൂഹത്തിൽ തന്നെ അത്രമാത്രം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുതിയ ജനറേഷൻ മെഡിക്കൽ ആസ്പിറൻസ് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെല്ലാം ഈ തരത്തിലുള്ളൊരു ട്രെയിനിങ് കിട്ടിയേ മതിയാവുള്ളൂ. നമ്മൾ ഹെൽത്ത് കെയർ ഡെലിവറി അല്ലെങ്കിൽ ചികിത്സാരംഗം എന്ന് പറയുമ്പോൾ ഡോക്ടർമാരെയോ നഴ്സുമാരെയോ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പറയുന്ന ആവശ്യമില്ല. അത് കുറച്ചും കൂടി ഇപ്പോൾ ഹോസ്പിറ്റലൊരു രോഗി എത്തുന്ന സമയത്ത് ആദ്യം കാണുന്ന ആൾ മുതൽ റിസപ്ഷനിലുള്ള ആളാണെങ്കിലും ബില്ലിംഗ് കൗണ്ടറിലിരിക്കുന്ന ആളാണെങ്കിലും സെക്യൂരിറ്റി മുതലുള്ള ആളുകളാണെങ്കിലും അവർ കാര്യങ്ങളൊക്കെ അവർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതൊക്കെ പേഷ്യൻറ്റിനെ എങ്ങനെ കമ്പാഷനായിട്ട് അവർ ഫീൽ ചെയ്യുന്നു എന്നുള്ളതിനെ ബാധിക്കുന്നതാണ്. ഇപ്പോൾ ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടി വരാറുണ്ടോ? അല്ലെങ്കിൽ അതിനെന്തെങ്കിലും സിസ്റ്റം ഉണ്ടോ? ഒരു നമ്മൾ പുതിയ സ്റ്റാഫിനെ എടുക്കുന്ന സമയത്ത് നമുക്ക് സ്ക്രീൻ ചെയ്ത് എടുക്കാൻ പറ്റൂലല്ലോ എന്തായാലും, അപ്പോൾ അത് എൻഷുർ ചെയ്യാനോ? ധാരാളം ഇഷ്യൂസ് ഇങ്ങനെ ഓരോ ദിവസവും വരാറുണ്ട്. ഇതിനു വേണ്ടി ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പം ആ വിഷ്ണു പറഞ്ഞതുമാതിരി തന്നെ ഒരു ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്നവർ സെക്യൂരിറ്റീസ് ആയിരിക്കും. ആ സെക്യൂരിറ്റി ആൾക്കാരെ നമ്മൾ വളരെ ലാക്സ് ആയാലും ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇന്ത്യൻ സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്, വളരെ സ്ട്രോങ് ആയാലും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 1-2 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തരാം. 10 രൂപയ്ക്ക് കേരള സർക്കാരിൻ്റെ എംബ്ലം പതിച്ചിട്ടുള്ള ടാഗ് ഈ ചുറ്റുവട്ടത്ത് എല്ലാം അവൈലബിൾ ആണ്. ഈ സാധനം കൊണ്ടുവന്ന് പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ ഈ കേരള സർക്കാരിൻ്റെ എംബ്ലം വെച്ചിട്ട് നമ്മളിത് ആരാണെന്നാണ് മനസ്സിലാക്കുക. വിഷ്ണു കയറി വരുമ്പോൾ ഞാൻ സെക്യൂരിറ്റിക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ ആരായാലും ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ വിഷ്ണു കയറി വരുമ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. ഞാൻ ആരാണെന്ന് ചോദിക്കാനോ? താൻ ആരാടും? ഈ രീതിയിലാണ് അടുത്തത് വരിക. ഞാൻ പറഞ്ഞിട്ടുള്ളത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, ഞാൻ കോളേജിൻ്റെ കാര്യം ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇനി സൂപ്രണ്ടല്ല, ആര് വന്നു കഴിഞ്ഞാലും അവരോട് കൃത്യമായിട്ട് വളരെ റെസ്പെക്റ്റിൽ ചോദിക്കണം, ആരാണ്, ID കാർഡ് ഉണ്ടോ. കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോയിൻറ്റ് ചെയ്യുന്ന സെക്യൂരിറ്റി സിസ്റ്റം പോലെ ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഡേ ഞാൻ 20 സെക്യൂരിറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ആർക്കും എന്നെ അറിയണമെന്നില്ല. ഞാൻ വരുമ്പോൾ ചോദിക്കും, എത്രയോ ദിവസങ്ങൾ ഞാൻ എൻ്റെ ID കാർഡ് കാണിച്ചിട്ട് ഞാൻ കയറുന്നുണ്ട്. ഞാൻ അവിടെ എൻ്റെ ഈഗോ അല്ല വർക്ക് ചെയ്യുന്നത്,
ഒരാൾ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്യണം. അപ്പോൾ ആ ഒരു രീതിയിൽ ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈഗോ വർക്ക് ചെയ്യും. അതുകൂടാതെ ചിലപ്പോൾ ഇപ്പോൾ ഒരു എയർപോർട്ടിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ആണെങ്കിൽ നമുക്ക് ഒരു ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് ടിക്കറ്റ് അവിടെ കാണിക്കുന്നു, ബാർ ഓപ്പൺ ആവുന്നു, നമ്മൾ ഉള്ളിലേക്ക് കയറുന്നു. ഇതാണല്ലോ സാധാരണ ചെയ്യുന്നത്. ഇത് അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമുക്ക് വെക്കാൻ കുഴപ്പമില്ല. ഇത് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോ നമുക്ക് വെക്കാൻ പറ്റുമോ? പറ്റില്ല. കാര്യം ഒരു മാൻ ബിഹൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പാഷൻ അവിടെ കാണിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മെഷീൻ പറയുകയാണ് ഇതാ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, അപ്പോൾ അവിടെ തീർന്നു. ഇയാൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായി? അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തിനാണ് പോകുന്നത് എന്നതാണ്. അയാളത് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് കയറ്റി വിടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അയാളുടെ ആ ഒരു അഡ്രിനലിൻ സർജ് അവിടെ കുറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു മാൻ ബിഹൈൻഡ് ദാറ്റ് അവർ ആക്ട് ചെയ്യണം. ഇത്തരം ധാരാളം പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ പലപ്പോഴും സംഭവിക്കുക ഒന്നും പറഞ്ഞ് രണ്ടാമത്തേന് അവിടെ ഒന്നിൽ വെർബൽ അബ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ അടിയായിരിക്കും. ഇങ്ങനെയാണ് സാധാരണ സംഭവിക്കുക. അപ്പം ഇത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് മാത്രമല്ല, സമൂഹവും അതിനനുസരിച്ച് മാറാനുണ്ട്. നമ്മൾ രണ്ടുപേരും വണ്ടി ഓടിക്കുന്ന ആൾക്കാരല്ലേ, റോഡിൽ ഗ്ലാസ് താത്തി എന്താ സംഭവിക്കുക? എത്ര പേര് നമ്മൾ ട്രാഫിക് ജംഗ്ഷനിൽ ലൈറ്റ് ഉള്ള സമയത്ത്, പച്ച ലൈറ്റ് കത്തുന്ന സമയത്ത് ബാക്കിൽ നിന്ന് കീ 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 അടിക്കും. വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയാൽ നമുക്ക് കാണാൻ പറ്റുമോ? ഒരു ഹോൺ അടിച്ചാൽ തെറി പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അത് ചെയ്യുന്ന സമയത്ത് എന്താ, ഇത് തന്നെയാണ് അസഹിഷ്ണുതയും നമ്മുടെ ആ ഒരു സമൂഹത്തിലുള്ള ഒരു കാതലായ മാറ്റം ഇതിനാവശ്യമാണ്. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല എല്ലായിടത്തും മാറേണ്ട ഒരവസ്ഥയാണ്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിനിങ്ങുകൾ ധാരാളം കൊടുക്കുന്നുണ്ട്, എങ്കിൽ പോലും ഇത്തരം അതൊരു കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, നമ്മളിപ്പോൾ ഈ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഒരു പാസിൻ്റെ കാര്യമോ ഇതൊക്കെ നമുക്ക് പറയാം. ഇതിനിടയിൽ ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം 650ഓളം ID കാർഡ്, അതായത് ഫേക്ക് ആയിട്ടുള്ള ID കാർഡ് 650 ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്ട്രിക്റ്റ് ആയിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? വേറൊരു തരത്തിലിപ്പോൾ സ്ട്രിക്റ്റ് ആയാൽ എന്ത് പറ്റും? അപ്പോൾ കമ്പാഷൻ ഇല്ല എന്ന് പറയും. അപ്പോൾ കമ്പാഷൻ എന്ന് പറയുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ അടുത്ത് മാത്രം പോരാ, മറ്റേ സൈഡിലും അത്യാവശ്യമാണ്. ഞാനത് ഇതിനോടനുബന്ധിച്ച് അതും കൂടി ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. പൊതുസമൂഹത്തിൻ്റെ ഇടയെന്നോ അല്ലെങ്കിൽ കെയർ ഗിവേഴ്സിൻ്റെ ഇടയെന്നോ ഈ നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സിനോട് ഒരു കമ്പാഷൻ്റെ കുറവ് ഉണ്ടെന്ന് സാർക്ക് തോന്നുന്നുണ്ടോ? അത് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. ഒന്നും രണ്ടും സന്ദർഭങ്ങളിലൊന്നും അല്ല. അത് കയറി വരുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ഒരവസ്ഥ. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ വിഷ് ചെയ്ത്, ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇന്ന ഡോക്ടറാണ്, നിങ്ങളെ പരിശോധിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങളുടെ അസുഖം നോക്കി കണ്ടുപിടിച്ച് ഇത്ര കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടാണ് ഞാൻ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്ന് പറയുന്നത്, അത് കേൾക്കാൻ പോലുമുള്ള അവസ്ഥ സാഹചര്യം ഉണ്ടാവില്ല. ഇപ്പം ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആൾക്കാർ മൊബൈലിൽ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നതിനാണ് താല്പര്യം കൂടുതലുണ്ടാവുക. അവരെ ഒന്ന് സഹായിക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ മറ്റൊരവസ്ഥ ഉണ്ടാവും. ഇതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. അത്യാഹിത വിഭാഗത്തിൽ നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് പേഷ്യൻസ് വരുന്ന സമയത്ത് ഇപ്പോൾ സെക്യൂരിറ്റിക്കാരനോ അല്ലെങ്കിൽ ആർക്കും ആ അത്രയും ആൾക്കാർ കയറി വരുന്നതിനെ തടയാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ നമുക്ക് ആ ഒരു പേഷ്യൻ്റ് അറ്റൻഷൻ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ഒരു ദിവസം വന്നപ്പോൾ, നിങ്ങൾ ഒന്ന് മാറി നിൽക്കുമോ, എനിക്ക് നോക്കാൻ സൗകര്യമില്ല, എൻ്റെ സ്റ്റെത്തും എടുത്തിട്ട് ആളും പോയി കളഞ്ഞു. ഞാൻ എന്താ ഇപ്പം ചെയ്യുക? ആ പറഞ്ഞത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സ് മാത്രമല്ല, ജനറൽ പബ്ലിക്കും അയാൾക്ക് യാതൊരു കാര്യമുള്ളൊരു കാര്യമായിരിക്കില്ല. പലപ്പോഴായിട്ട് നമുക്ക് നോക്കാം, പണ്ടത്തെ കാഷ്വാലിറ്റിയുടെ എല്ലാം നമ്മുടെ ഇവിടുത്തെ എക്സാമ്പിൾ പലരും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഒരു ലോക്കൽ എക്സാമ്പിൾസ് പറയുന്നത് മാത്രമേ ഉള്ളൂ. മെഡിക്കൽ കോളേജിൻ്റെ താഴെ നിന്ന് ആംബുലൻസ് ഹോൺ അടിച്ച് വരുന്ന സമയത്ത് തേനീച്ച വരുന്ന മാതിരിയാണ് പറയിൽ ആൾക്കാർ വരിക. അപ്പം എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഹ്യൂമൻ ട്രാജഡി ഈസ് ദ മോസ്റ്റ് ട്രാജഡി അട്രാക്റ്റഡ് ബൈ അതേഴ്സ്. ഒരു ഹ്യൂമൻ ട്രാജഡി കാണാൻ ആൾക്കാർക്ക് അത്ര താല്പര്യമാണ്. അവിടുന്ന് കയറി വന്ന് ആംബുലൻസിൻ്റെ ബാക്കിൽ ഡോറ് തുറക്കുമ്പോഴേക്ക് ഒരു പറ്റം ആൾക്കാർ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. എന്താ അവിടെ കാണാനിരിക്കുന്നത്? ഒരു മനുഷ്യനൊരു അപകടത്തിൽ വന്നിട്ട് അയാൾക്കൊരു കെയർ കൊടുക്കാനുള്ളൊരു സംവിധാനത്തിന് വേണ്ടി വരുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഇത് പറയുന്ന ഒന്നും പേഷ്യൻ്റ് എഗെയിൻസ്റ്റ് ആയിട്ടല്ലല്ലോ, പേഷ്യൻറ്റിന് ബെറ്റർ കെയർ കൊടുക്കാനുള്ളൊരു കാര്യം ബാക്കിയുള്ളവർ ചെയ്തു കൊടുക്കാനാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സമൂഹത്തിൽ മാറ്റം ധാരാളമായിട്ട് വരേണ്ടതുണ്ട്. ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും മൊത്തത്തിൽ ഇന്നത്തെ ഒരു
നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി റോഡിലൂടെ കാറിൽ പോകുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ലെഫ്റ്റിലൂടെയും റൈറ്റിലൂടെയും പോയിട്ട് അവസാനം പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇതുവരെ ജീവിതത്തിൽ കാണാത്ത ആൾക്കാർ ഗ്ലാസ് താത്തിയിട്ട് തെറി പറയുന്നത് പലപ്പോഴും കേട്ടിട്ടില്ലേ? ഗ്ലാസ് താത്താതിരുന്നാൽ നമുക്ക് സമാധാനം ഉണ്ടാവും. അപ്പോൾ അസഹിഷ്ണുത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ നേരത്തെ റിസപ്ഷനിലാണെങ്കിലും അത് സെക്യൂരിറ്റി ലെവലിലാണെങ്കിലും വേറെ ഏത് ഹെൽത്ത് കെയർ വർക്കറിൻ്റെ അടുത്താണെങ്കിലും ഈ അസഹിഷ്ണുത മാറി നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവേണ്ട അത്യാവശ്യമാണ്. സാർ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഈ കമ്പാഷൻ ഒരു സിവിക് സെൻസ് നമ്മൾ വിദ്യാഭ്യാസം ഒക്കെ ആയി ബന്ധപ്പെട്ട് ഒരു എഫക്റ്റ് അതിന് വരും. അപ്പോൾ ഈ മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ല മൊത്തം നമ്മുടെ ഒരു സിവിക് സെൻസിൻ്റെ ഒരു പ്രശ്നം ഇതിലുണ്ടെന്ന് തോന്നുന്നു. അപ്പം അത് നമ്മുടെ എഡ്യൂക്കേഷൻ ഇപ്പോൾ മെഡിക്കൽ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുന്നെങ്കിലും നമ്മൾ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടല്ലോ. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസവും അതുപോലെ വീട്ടകങ്ങളും എത്രത്തോളം കമ്പാഷനേറ്റ് ആണ് എന്നുള്ള കാര്യം കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടെന്ന് തോന്നുന്നുണ്ട്. കുട്ടികൾ കാണുന്ന മോഡലുകളിൽ പലതും നമ്മുടെ ഈ ദൃശ്യമാധ്യമങ്ങളിൽ സംസാരിക്കുന്ന രീതി, തോൽപ്പിക്കുന്ന രീതി ഒക്കെ കൂടി കണ്ടുകൊണ്ടാണ് കുട്ടി വളർന്നു വരുന്നത്. അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് പ്രൊഫഷണൽ മെഡിക്കൽ പ്രൊഫഷണലായാലും ഏത് പ്രൊഫഷണലായി എത്തിപ്പെടുന്നത്. അപ്പോൾ ഈ മോഡലുകളാണ് ഒരുപക്ഷെ ഈ തരത്തിലുള്ള ഒരു കമ്പാഷനേറ്റ് അല്ലാത്ത വയലന്റ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു. അതിന് എഡ്യൂക്കേഷൻ, ഇപ്പോൾ സാറ് ഈ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആൾ എഡ്യൂക്കേഷനിലൊക്കെ ഒരു പരിവർത്തനമൊക്കെ വരുത്തി കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എപ്പോഴാണ് രൂപപ്പെട്ട് വരിക എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സ്വപ്നം? ഇതൊക്കെ വരാൻ ഒരു സ്ട്രോങ് ആയിട്ട് മുകളിലൊരു തീരുമാനം വരികയാണ്, ഇതൊക്കെ വരും. അപ്പം നമുക്ക് സ്കൂൾ ലെവലിൽ മാത്രമല്ല, ഇപ്പൊ സിംഗപ്പൂർ പോയാൽ പോലീസുകാരെ നമ്മൾ കാണുന്നില്ലേ, അവർ മുഖം കാണില്ല, അവർ താഴെ നോക്കുള്ളൂ. ഒരിക്കലും ഒരാളുടെ മുഖത്ത് കാണുന്നില്ല. ഹോങ്കോങ്ങിൽ പോയാൽ കാണാം, എല്ലാവരും മുകളിൽ കാണില്ല, താഴെ മാത്രമേ ഉള്ളൂ. മുട്ടായിട്ട് കടലാസ് ഇടുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താഴെ ഇടുന്നു, $5000 ഫൈനായി. നമ്മുടെ നാട്ടിൽ പോകുന്ന സമയത്ത് കുപ്പി വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ നാരങ്ങയുടെ തൊലി പുറത്തെറിയുന്നു, ഇതൊക്കെ നമ്മൾ എന്നും കാണുന്നതല്ലേ. കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പം അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഈ തരത്തിലുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള തരത്തിലുള്ള കാര്യങ്ങൾ അത് ഏറ്റവും ലോ ലെവലിൽ തുടങ്ങിയിട്ട് മുകളിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രം അത് സംഭവിക്കണം എന്നില്ല. അതുകൊണ്ട് താഴത്തെ തട്ടിൽ നിന്ന് തന്നെ അത് വന്നു കഴിഞ്ഞാലേ മാറ്റമുള്ളൂ. ഒരിക്കലും അത് ഒരു പർട്ടിക്കുലർ ലെവലിലല്ല. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു തോന്നുകയാണ്, ഇപ്പോൾ ഒരു മിഠായിയുടെ കടലാസ് നിലത്തിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മിക്കവാറും കുട്ടിയുടെ അച്ഛനോട് പറയും, അച്ഛൻ താഴെയിടും, അച്ഛൻ അതെന്താ ചെയ്തത്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടി എടുക്കുന്നൊരു സിറ്റുവേഷൻ വരും. അതായത് ഇപ്പോഴത്തെ ഒരു ജനറേഷനെ ചിലപ്പോൾ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. പക്ഷെ വരുന്ന തലമുറയെങ്കിലും താഴെത്തട്ടിൽ നിന്ന് അതിലേക്ക് കൊണ്ടുവന്ന് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. അവർ ആ ട്രെയിനിങ്ങിലൂടെ തന്നെ വരണം. കമ്പേഷൻ എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും വേണ്ട ഒരു സാധനമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു മേഖലയാണ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളെ ചികിത്സാ രംഗം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കമ്പേഷൻ എന്ന് പറയുമ്പോൾ തന്നെ സാറ് നേരത്തെ ആദ്യം പറഞ്ഞ പോലെ രോഗിക്ക് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ രോഗിക്കും രോഗിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും ഏറ്റവും വലുത് അവരുടെ പ്രശ്നമായിരിക്കും. അല്ലെങ്കിൽ എത്ര ചെറിയൊരു രോഗത്തിന് വന്നാലും അയാൾ വിചാരിക്കുന്നത് അയാളുടെ ബുദ്ധിമുട്ടെ പറ്റിനെ മാത്രമായിരിക്കും. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ കമ്പാഷൻ കാണിക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ആ ഹോസ്പിറ്റലിലെ ചെറിയ താഴത്തെ ഇടയിലുള്ള ഒരു സ്റ്റാഫ് മുതൽ ഡോക്ടർ വരെ അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന ആൾ വരെ ഒരേ രീതിയിലുള്ള ഒരു കമ്പാഷൻ പ്രതീക്ഷിച്ചായിരിക്കും രോഗിയും രോഗിയുടെ കൂടെയുള്ള ആൾക്കാരും അവിടെ എത്തുക. അല്ലെങ്കിൽ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചിട്ടായിരിക്കും, ഒരു മിറാക്കിൾസ് പ്രതീക്ഷിച്ചിട്ടായിരിക്കും പലപ്പോഴും ഒരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എത്തുന്നത്. ഇപ്പോൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവം തന്നെയാണ് ഡോക്ടർ എന്നാണ് പല അവസരങ്ങളിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം ഞാനിപ്പം ഡോക്ടറോട് ചോദിക്കുന്ന ഒരു സംശയം ഒരു എക്സാമ്പിളാണ്, അതായത് അനുഭവിച്ച ഒരു പ്രശ്നത്തിൻ്റെയാണ്. അതായത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു രോഗിയല്ല അച്ഛനെയും കൊണ്ട് ഒരു മകൻ എത്തുന്നു. ഈ ഹാർട്ട് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരുന്നു, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ മുറി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു 5 മിനിറ്റ് സമയം, ഒരു അരമണിക്കൂർ സമയമാണ്. ആ സമയത്ത് കൂടെ വേറെ ആരുമില്ല, മാത്രമേ ഉള്ളൂ.
രാത്രി ഒരു 12 ആ ഒരു സമയത്ത് മകൻ പുറത്തിരിക്കുന്നുണ്ട്, പുറത്ത് തന്നെ ഓപ്പറേഷൻ വാർഡിന് പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് അവിടെ ഒരു ലൈറ്റ് കത്തുന്നുണ്ട്. ഈ ഒരു ലൈറ്റ് കത്തുന്ന സമയത്ത് പിന്നെ ഈ മകനും അവിടെ ഇരിക്കുകയാണ്, വേറെ ആരും ആ ഒരു സിറ്റുവേഷനിൽ ഇല്ല. അപ്പൊ അവിടെയുള്ള അറ്റൻഡർ വന്നിട്ട് അത് ഓഫാക്കുകയാണ് ആ ലൈറ്റ്. അപ്പൊ കുറച്ച് സമയം ഇരുന്നതിന് ശേഷം മകൻ പോയിട്ട് വീണ്ടും ആ ലൈറ്റ് ഇടുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആ ഒരു ഇരുട്ടിലിരിക്കുക എന്നുള്ളത് എന്തോ ഒരു അസ്വസ്ഥത കൊണ്ടായിരിക്കാം. എന്തായാലും അയാൾ വളരെ വെറൈഡാണ്. അച്ഛൻ്റെ അകത്തെ അവസ്ഥയെ പറ്റി അയാൾ കൂടുതലൊന്നും അറിഞ്ഞിട്ടില്ല. വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഈ സെക്യൂരിറ്റി വന്നിട്ട് വീണ്ടും ആ ലൈറ്റ് ഓഫാക്കുന്നു. അങ്ങനെ ഒരു 3 പ്രാവശ്യം ഇത് ആവർത്തിക്കുകയാണ് രണ്ടു കൂട്ടരും തമ്മിൽ. അവിടെ ഈഗോ ആണോ അതോ കമ്പേഷൻ ആണോ വർക്ക് ചെയ്തത് എന്നുള്ളതാണ് എൻ്റെ സംശയം. ഓരോ ഇൻഡിവിജ്വലിനും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് ചിലപ്പോൾ ആ സെക്യൂരിറ്റി അന്നത്തെ ആൾക്ക് പകരം വേറൊരാളെ വന്നുകൊണ്ട് ആ പ്രശ്നം ഉണ്ടാവണമെന്നില്ല. ആ ഒരാളുടെ പ്രശ്നമായിരിക്കും അത്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഇപ്പം കമ്പാഷൻ എന്നുള്ള രീതിയിൽ അതിൽ കൂടുതൽ കമ്പാഷൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒരാളവിടെ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ പുറത്താണ്. അതിപ്പോൾ അയാളെ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് എന്താണ് അയാൾക്ക് നേട്ടം കിട്ടുന്നത്? പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. അയാളിപ്പോൾ കറണ്ട് ലാഭിക്കാനോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ ബില്ല് കുറയ്ക്കാനോ ആണ് അയാൾ ആലോചിക്കുന്നത്. അത് പ്രോപ്പറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ മിസ്മാച്ച് കൊണ്ട് സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുള്ളൂ. ഒരാളെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം, ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ദയവ് ഇത് ലൈറ്റ് ഓഫ് ചെയ്യരുത്, എനിക്ക് ഒറ്റ ഇരിക്കാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നേ ഞാൻ മനസ്സിലാക്കുള്ളൂ. അതല്ലാതെ ആ ഒരു ഇതിൽ ഈഗോ വർക്ക് ചെയ്തിട്ട് ലൈറ്റ് ഓഫ് ചെയ്യാനും ഓണാക്കി കളിക്കാനും അറ്റ്ലീസ്റ്റ് ഒരു 30-40 വയസ്സ് പ്രായമുള്ള ആൾക്കാരായിരിക്കില്ലേ, പക്വത ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന തരത്തിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അതൊരു ജനറൽ ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കൂട്ടേണ്ട കാര്യമില്ലല്ലോ. ലൈറ്റ് കൺസേർവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എനർജി കൺസേർവ് ചെയ്യണമെന്നോ ബില്ല് കുറയ്ക്കണമെന്നോ പറയുന്ന രീതിയിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തി അല്ലല്ലോ അത്. അപ്പോൾ അതിൽ ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രശ്നമായിട്ട് എനിക്കത് കണക്കൂട്ടാൻ പറ്റുള്ളൂ. ഇത്തരം എറേഴ്സ് ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും അല്ലെങ്കിൽ ആ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ആ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ചെയ്യണം, ആ കമ്പാഷൻ അവിടെ കാണിക്കണം എന്ന് പറയേണ്ടത് അത്യാവശ്യമാണ്. അത് ട്രെയിനിങ് ഒന്നും വേണ്ട ഒരു സാധനം അല്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞു വെച്ചാൽ ഗൈഡ് ലൈൻസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇൻഡിവിജ്വൽ സിറ്റുവേഷനിൽ അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു റെയിൽവേ സ്റ്റേഷനാണ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഉള്ളിലോട്ട് പോകാം, ടിക്കറ്റ് ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ല. അതുപോലെ അല്ലല്ലോ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന അങ്ങനെയല്ലല്ലോ. അപ്പോൾ ആ ഒരു മനുഷ്യനെ അവിടെ നിർത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ അയാളുടെ ബ്രെയിനിനെ കൊണ്ട് അയാൾക്ക് അത് മനസ്സിലാക്കി ആ കാര്യം കൈകാര്യം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ അയാളെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു എറർ ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. Sir, from personal experience, one thing that I feel is that some of the people who receive the least compassion in a hospital setting are junior doctors. Work hours ne പ്രത്യേകിച്ച് ലിമിറ്റ് ഇല്ല, വർക്ക് ലോഡിന് പ്രത്യേകിച്ച് ലിമിറ്റ് ഇല്ല. You can keep bundling as much as you want, and patients-ന്റെ എണ്ണത്തിനും ലിമിറ്റ് ഇല്ല. വാർഡിന് in institutes of national importance there seems to be a limit on how many patients can be admitted to a hospital, into a ward. പക്ഷേ നമ്മുടെ ഹോസ്പിറ്റൽസിൽ അതിനും ലിമിറ്റ് ഇല്ല. എത്ര പേഷ്യൻസ് വരുന്നു അത്രയും പേഷ്യൻസിനെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. സോ ഇസ് ദർ എനിത്തിങ് ദാറ്റ് ക്യാൻ ബി ഡൺ ഫോർ ജൂനിയർ ഡോക്ടേഴ്സ്? Or are they because suicide rates എല്ലാ മാസം ഒരു 2-3 സൂയിസൈഡ്സ് എങ്കിലും നമ്മൾ കാണാറുണ്ട് in newspapers, junior doctor suicides-ന്റെ കാര്യം. So is there anything that can be done to show compassion to them, or are they doomed? ഇതൊക്കെ ഒരു പോളിസി ഡിസിഷനായിട്ട് വരേണ്ട കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലല്ല, ഒരു പോളിസി മേക്കിംഗ് ആൾക്കാർ അതിൽ ഇടപെടുകയും ഇതാണ് കാര്യമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഡൽഹിയിൽ on one side you have All India Institute of Medical Sciences, on the other side you have Safdarjung. All India Institute of Medical Sciences-ൽ ഇത്ര നമ്പർ ഓഫ് പേഷ്യൻസ് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്പർ ഓഫ് അവൈലബിൾ ബെഡ്സ് മാത്രമേ ഉള്ളൂ. ഇഫ് ദാറ്റ് ഈസ് നോട്ട് അവൈലബിൾ, അവർ നേരെ ഓപ്പോസിറ്റ് പോകും, സഫ്ദർജംഗിൽ കിടക്കും. നമ്മുടെ മെഡിക്കൽ കോളേജ് മാതിരി ആൾക്കാർ അവിടെ തറയിലായാലും കുഴപ്പമില്ല, വാർഡിലായാലും എവിടെയായാലും കുഴപ്പമില്ല കിടക്കും, ഇല്ലേ? ഈ സിറ്റുവേഷൻ അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതേസമയം യു ഗോ ടു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, എത്ര പേഷ്യൻ്റ് ഉണ്ടാവും? 300, 400, 500 പേഷ്യൻ്റ് ഉണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ അപ്പോൾ ഇൻഅഡിക്വസീസ് ധാരാളം ഉണ്ടെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതിനൊക്കെ നമുക്ക് എന്താ വേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്.
ഇപ്പോൾ ഫിക്സഡ് നമ്പർ ഓഫ് അവേഴ്സ് ഓഫ് വർക്ക്. അത് പൈലറ്റിന് 6 hours ആണെങ്കിൽ അതൊരു ഹെൽത്ത് കെയർ വർക്കറെ സംബന്ധിച്ചിടത്തോളം ഇത്ര സമയമാണ്. അത് സ്റ്റാൻഡേർഡ് ആണ്. ഇത്ര മണിക്കൂറാണെന്നുള്ളത് വളരെ കൃത്യമാണ്. ആഴ്ചയിൽ ഇത്ര മണിക്കൂറുണ്ട്, ഒരു വർഷത്തിൽ ഇത്ര മണിക്കൂറുണ്ട്, ഒരു ദിവസത്തിൽ ഇത്ര മണിക്കൂറുണ്ട്. ഇതിൽ വളരെ രസകരമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ഒരു 18 മണിക്കൂറിൽ കൂടുതൽ ഒരാൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിനുള്ള ഒരു ഇൻടോക്സിക്കേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0.5 gram ആൽക്കഹോൾ കഴിച്ചതിനനുസരിച്ച് അതിനത്രയും വരും. 4 gram ആണ് അതിൻ്റെ ടോക്സിക് ലെവൽ ലിമിറ്റ് എങ്കിൽ 24 hours കഴിഞ്ഞാൽ അത് മോർ ദാൻ 1 ആവും. അപ്പോൾ ഒരാൾ ഒരു മദ്യം കഴിച്ചിട്ട് എടുക്കുന്ന ഒരു ഡ്യൂട്ടി മാതിരി ഇരിക്കും ഒരാൾ ഇത്ര സമയം ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അത് എത്രയോ പേപ്പേഴ്സ് ഉണ്ട് അതിൽ. ഈ രീതിയിലാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഒരു ഇൻടോക്സിക്കേഷൻ എന്നുള്ളത് വേറൊരു ലെവലിലാണ്, അല്ലെങ്കിൽ ബ്രെയിൻ ഫങ്ഷൻ കുറയുന്ന തരത്തിലേക്കാണ് ആ കാര്യം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഈ 6 hours ശേഷം അവർ ഒരു കാരണവശാലും ഫ്ലൈ ചെയ്യാൻ സമ്മതിക്കാത്തത്. ഇതേ സിസ്റ്റം തന്നെ നമ്മുടെ നാട്ടിലിപ്പം ഒരു 2 സിസ്റ്റമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഒന്ന് മെഡിക്കൽ എഡ്യൂക്കേഷനാണ്, മറ്റത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഈ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആക്ച്വലി ഈസ് മെൻ ഫോർ ടീച്ചിങ്, റിസർച്ച് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ടീച്ചിങ്, റിസർച്ച് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ പ്രൈമറിലി സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യുക എന്നുള്ളതും റിസർച്ചും പബ്ലിക്കേഷനും വരിക, അല്ലെങ്കിൽ അത് ജനത്തിൻ്റെ ഫ്യൂച്ചറിൽ ഉപകാരം വരിക. മൂന്നാമത്തതാണ് ട്രീറ്റ്മെൻറ്റ്. അപ്പം നമ്മുടെ ഇടയിൽ ഇപ്പോൾ വരുന്നതിൽ എന്താ വെച്ചാൽ കൂടുതലായിട്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് മറ്റേത് രണ്ടും സ്വല്പം പുറകിലോട്ട് പോകുന്നതും ട്രീറ്റ്മെൻറ്റ് വേണ്ടി ഇത്തരം സ്ഥാപനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്നതും. അത് ആക്ച്വലി ഹെൽത്ത് സർവീസസ് എന്നുള്ള ഒരു പാരലായിട്ടുള്ള അതിൽ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ വരാത്തിടത്തോളം കാലം നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ നമ്പർ ഓഫ് പേഷ്യൻസ് കൂടും, നമുക്ക് ലിമിറ്റില്ല, വരുന്നത് മുഴുവൻ നമ്മൾ കേറ്റർ ചെയ്യേണ്ടി വരും. നിങ്ങളത് മാത്രമല്ല, ഇപ്പോൾ ഒരു സ്റ്റാഫ് നഴ്സിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാർഡിൽ വർക്ക് ചെയ്യുന്നത് ഇപ്പം ഡോക്ടേഴ്സ് മാത്രമല്ല, സ്റ്റാഫ് നഴ്സായിരിക്കും. ഇപ്പോൾ ഡോക്ടേഴ്സ് രാവിലെ ഒരു റൗണ്ട്സ് എടുത്തു തിരിച്ചു പോയി. അത് കഴിഞ്ഞതിന് ശേഷം കമ്പാഷൻ കാണിക്കുന്ന ഏറ്റവും വലിയൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നഴ്സസ് ആണ്, നഴ്സസ് ആൻഡ് അതർ പാരാമെഡിക്സ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ഇത്ര ഷെഡ്യൂളിൽ ഇത്ര പേഷ്യൻ്റ് നോക്കാമെന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറഞ്ഞു. ആ രീതിയിലേക്ക് അത് വരികയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വരുന്നില്ല. അവർക്ക് ഓരോ ഇൻഡിവിജ്വലിനെയും കൈകാര്യം ചെയ്യാൻ പറ്റും. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞത് ഇപ്പോൾ 8 hours ആണ്, ആ 8 hours നിൽക്കണം. ഇതൊക്കെ നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നില്ല? നമുക്ക് ആവശ്യത്തിനുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു ലോക്കൽ യൂണിറ്റിൽ മാത്രം തീരുമാനം എടുത്താൽ പറ്റില്ല. അതൊരു പോളിസിയിലുള്ള ചേഞ്ച് ആയിരിക്കണം. ആ പോളിസിയിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. പുറം രാജ്യങ്ങളിൽ ഇത് നന്നായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം രണ്ടാമതൊരു പേഷ്യനെ തിരിച്ചു വന്ന് കാണാൻ പറ്റില്ല. അത് കണ്ടു കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ വേറെ കൊടുക്കണം. കാണാൻ പെർമിറ്റഡ് അല്ല. നമുക്കങ്ങനെയല്ല, നമ്മൾ 24 hours ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. വളരെ വാസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. എന്നാലും നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് അതിൻ്റെ കാര്യങ്ങളും എന്തൊക്കെയാണ് ആളുകൾ കമ്പാഷനേറ്റ് ആയിട്ട് പോലും നമുക്ക് പലപ്പോഴും കമ്പാഷൻ ഡെലിവർ ചെയ്യാൻ പറ്റാത്തതെന്നും ആ വോയിഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരുപാട് ഹെൽത്ത് കെയർ വർക്കേഴ്സ് കമ്പാഷനേറ്റ് ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഹെൽത്ത് കെയർ വർക്കേഴ്സ് മാത്രം കമ്പാഷനേറ്റ് ആയിട്ട് കാര്യമില്ല. അതും സമൂഹവും ആ രീതിയിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ഒരു സൈഡിൽ മാത്രം കമ്പാഷനും മറ്റേ സൈഡിൽ എന്തും ആവാന്നുള്ള അവസ്ഥയാവരുത്. അപ്പോൾ സമൂഹത്തിൽ അതിൽ കാതലായിട്ടുള്ള മാറ്റം വരണം. അതെനിക്ക് തോന്നുന്നത് സാമൂഹിക പരിഷ്കർത്താക്കളും അതിൽ അങ്ങനത്തെ ലീഡേഴ്സും എല്ലാം അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരവസ്ഥയിൽ മാത്രമേ അതിനൊരു കാലാനുസൃതമായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത്ര ഹോളിസ്റ്റിക് ചേഞ്ച് തന്നെ സമൂഹത്തിൽ വന്നാലേ ഇത്തരം കാര്യങ്ങൾക്ക് പൊതുവായ ഒരു മാറ്റം ഉണ്ടാവുന്നുള്ളൂന്നും അത് മാറ്റം വരേണ്ടതാണെന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ആയാലും അല്ലാത്ത ജനറൽ പബ്ലിക് എഡ്യൂക്കേഷനിൽ തന്നെ ആ ഒരു സിസ്റ്റത്തിൽ കമ്പാഷൻ്റെ പ്രാധാന്യം ഉണ്ടാവണം എന്നുള്ളതും എല്ലാം നമുക്ക് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പറഞ്ഞ പോലെ തന്നെ വലിയൊരു വിഷയമാണ്, ഇനിയും ഒരുപാട് ചർച്ചകൾ നടക്കേണ്ട വിഷയമാണ്. നമ്മൾ സമയപരിമിതി മൂലം നമുക്ക് ചെറുതായിട്ട് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും ചർച്ചകൾ ഇനിയും മുന്നോട്ട് നടക്കുന്നതായിരിക്കും. ഇപ്പോൾ അടുത്ത മാസം 3-ാമത്തെ വ്യാഴാഴ്ച വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ചർച്ചയിൽ തന്നെ വന്നൊരു വിഷയമായിരുന്നു വിദ്യാഭ്യാസത്തിൽ നിന്ന് കമ്പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ മുന്നോട്ട്
ഒരു പ്രൊഡക്റ്റായിട്ട് അതിൻ്റെ ഫലമായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് അത് തന്നെ ഒരു വലിയ ചർച്ചാ വിഷയമാണ്. ഒരുപക്ഷെ നമുക്ക് അത് തന്നെ ഡിസ്കസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഇവിടെ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ള ഈ വിഷയത്തിൽ നമ്മളോട് സംവദിച്ചിട്ടുള്ള ശ്രീജയൻ സാർക്ക് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ നമ്മുടെ കൂടെ ഇവിടെ ഓഡിയൻസിൽ ഇരിക്കുന്ന ആളുകളോടും ഓൺലൈനായിട്ട് നമ്മുടെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ വീക്ഷിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു ചർച്ചയിലൂടെ വീണ്ടും ഇതേപോലെ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി. ഇവിടെ ഇന്റേൺഷിപ്പിന് വന്നിട്ടുള്ള ഒരു പറ്റം